കാലിഫോർണിയയിൽ അമേരിക്കൻ വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണു. 8 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. എഡ്വേർഡ്സ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് അപകടം. മധു കൊട്ടാരക്കര നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അഗൈൻ മധു കൊട്ടാരക്കര. എന്താണ് ഈ അപകടത്തിന് പിന്നിൽ? ഗൂഗിൾ അമൃത, അപകടത്തിന്റെ പിന്നിൽ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് തെക്കൻ കാലിഫോർണിയയിലെ മരുഭൂമിയിൽ അവിടെ എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ് ഉണ്ട്. അവിടെയാണ് ഈ അമേരിക്കൻ വ്യോമസേനയുടെ ഈ B-52 സ്ട്രാറ്റോഫോർട്രസ് വിമാനം അപകടത്തിൽപ്പെട്ടത്. ഇത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഈ വിമാനം താഴേക്ക് പതിക്കുകയാണെന്നായിരുന്നു നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിമാനത്തിൽ ഉണ്ടായിരുന്നത് മൊത്തം 8 ജീവനക്കാരാണ്. ഇവരെ മരിച്ചതായിട്ട് പിന്നീട് എയർഫോഴ്സ് ബേസ് അധികൃതർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവായുധങ്ങളും അതുപോലെ പരമ്പരാഗത ബോംബുകളും ഒക്കെ വഹിക്കാൻ ശേഷിയുള്ള 8 എഞ്ചിനുകളുള്ള ഒരു ജെറ്റ് വിമാനമായിരുന്നു ഇത്. ഇത് ഒരു പതിവ് പരീക്ഷണ പറക്കലായിരുന്നു നടന്നത്. അതിന്റെ ഇടയിലാണ് തകർന്നു വീണത്. അപകട സ്ഥലത്ത് അടിയന്തര രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിമാനം തകരാനുണ്ടായ കാരണം ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് പ്രമുഖ വിമാന കമ്പനിയായ ബോയിങ് ആണ് രൂപകൽപ്പന ചെയ്തത്. ദീർഘദൂര സബ്സോണിക് വിമാനമാണ് ഈ B-52. അത് മാത്രമല്ല, കാലങ്ങളായിട്ട് അമേരിക്കൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ബോംബർ നിരയുടെ ശരിക്കും പറഞ്ഞ ഒരു നെടുതൂണായി പ്രവർത്തിക്കുന്ന ഈ വിമാനങ്ങളാണെന്നാണ് അവരുടെ സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ B-52 വിമാനത്തിന് 50,000 അടി വരെ ഉയരത്തിൽ പറക്കുവാനുള്ള ശേഷിയുണ്ട്. അത് മാത്രമല്ല, ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ വൻ ആയുധ ശേഖരം ഈ വഹിക്കുവാൻ ഇതിന് സാധിക്കും. അത് മാത്രമല്ല, ലോകത്തെ തന്നെ ഏറ്റവും ചെലവേറിയ പോർ വിമാനങ്ങളിൽ ഒന്നാണ് ഈ B-52. ഗോകുൽ അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.